എന്താണ് പേഴ്സണൽ ആക്സിഡൻറ്റ് പോളിസി? അത് എടുക്കേണ്ടത് അത്യാവശ്യമാണോ? പേഴ്സണൽ ആക്സിഡൻറ്റ് പോളിസി ഇപ്പോൾ പലരും ചോദിക്കുന്നുണ്ട്, എനിക്ക് ഓൾറെഡി ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ട്, പിന്നെ ഞാൻ എന്തിനാണ് ഒരു പേഴ്സണൽ ആക്സിഡൻറ്റ് പോളിസി എടുക്കുന്നത്? ആക്സിഡൻറ്റ് ഉണ്ടായാലും എൻ്റെ ഹെൽത്ത് ഇൻഷുറൻസ് കവർ ചെയ്യുമല്ലോ. ഡെഫിനറ്റ്ലി കവർ ചെയ്യും. ഹെൽത്ത് ഇൻഷുറൻസ് ഡെഫിനറ്റ്ലി പേഴ്സണൽ ആക്സിഡൻറ്റ് പോളിസി കവർ ചെയ്യും. പക്ഷേ പേഴ്സണൽ ആക്സിഡൻറ്റ് പോളിസി എടുത്ത് വെക്കുന്നതിൻ്റെ ഒരു ഗുണം, ഇപ്പോൾ പേഴ്സണൽ ആക്സിഡൻ്റ് ആയിട്ട് ഞാൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ ഉദാഹരണം പറയാം, ഞാനൊരു 50 ലക്ഷം രൂപ പേഴ്സണൽ ആക്സിഡൻറ്റ് പോളിസി കവറേജ് ആണ് എടുത്ത് വെച്ചേക്കുന്നത്. അപ്പോൾ എനിക്കൊരു ആക്സിഡൻ്റ് ഉണ്ടായി, ഞാൻ അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ എൻ്റെ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനി എൻ്റെ ചികിത്സ ചിലവുകളൊക്കെ നോക്കിക്കോളും. പക്ഷേ ഞാനിതൊരു മരണപ്പെട്ട് കഴിഞ്ഞാൽ ഒരിക്കലും ഈ പറയുന്ന ഒരു എമൗണ്ട് ഒന്നും ഒരിക്കലും ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനി തരത്തില്ല. പക്ഷേ പേഴ്സണൽ ആക്സിഡൻ്റ് ആയിട്ട് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ഈ 50 ലക്ഷം രൂപ എൻ്റെ നോമിനിക്ക് കിട്ടും. ഇനി ഞാൻ മരിച്ചില്ല, എനിക്കൊരു പെർമനൻറ്റ് ഡിസബിലിറ്റി, പാർഷ്യൽ ഡിസബിലിറ്റി, ടെമ്പററി ഡിസബിലിറ്റി, എന്തെങ്കിലും ഡിസബിലിറ്റി ഉണ്ടെങ്കിലും എനിക്കൊരു നിശ്ചിത തുക എനിക്ക് വീട്ടിൽ കിട്ടും. അതുപോലെ തന്നെ എനിക്കിപ്പോൾ ഞാൻ മരണപ്പെട്ടു പോയി പക്ഷേ എനിക്ക് EMI ഉണ്ട്, ലോണുകളുണ്ട്. അത് ഹൗസിംഗ് ലോൺ ആയിക്കോട്ടെ, അങ്ങനെ എഡ്യൂക്കേഷൻ ലോൺ ആയിക്കോട്ടെ, ഈ ലോണുകളെല്ലാം കമ്പനി അടച്ചു തീർക്കും. ഇതൊന്നും ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനികൾ ചെയ്യത്തില്ല. അപ്പോൾ നമുക്ക് എപ്പോഴും ഒരു ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ കൂടെ നിർബന്ധമായിട്ടും ഒരു കൂടെ കൊണ്ടുകൊണ്ടാണ് പേഴ്സണൽ ആക്സിഡൻറ്റ് ഇൻഷുറൻസ് പോളിസി. ഞാൻ ഈ പറഞ്ഞ പോലെ പേഴ്സണൽ ആക്സിഡൻറ്റ് പോളിസി എന്ന് പറയുന്നത് റോഡ് ആക്സിഡൻറ്റ് മാത്രമല്ല, എനി ടൈപ്പ് ഓഫ് ആക്സിഡൻറ്റ്, ബാത്റൂമിൽ തെന്നി വീണുള്ള ആക്സിഡൻ്റ് ആണ്, പട്ടി കടിച്ചാലും ആക്സിഡൻ്റ് ഉണ്ട്. അപ്പോൾ എനി ടൈപ്പ് ഓഫ് ആക്സിഡൻസിൽ നമുക്ക് കിട്ടും. ഇനി ഒരു എല്ലൊടിഞ്ഞ് പോയി കഴിഞ്ഞാൽ ഒരു ബൾക്ക് എമൗണ്ട് തരുന്നത്. ഇപ്പോൾ ഒരു 50 ലക്ഷം രൂപ പോളിസി എടുക്കുന്ന ഒരു എല്ലൊടിഞ്ഞ് പോയാൽ 10 ലക്ഷം രൂപ തരുന്നത്. പക്ഷേ അതിൻ്റെ ചികിത്സാ ചിലവ് കൂടി പോയി കഴിഞ്ഞാൽ ഒരു 30,000 രൂപ ഉണ്ടാവുള്ളൂ. പക്ഷേ ആ 30,000 ചിലവ് നമുക്ക് ഈ പറയുന്ന പേഴ്സണൽ ആക്സിഡൻറ്റ് പോളിസിയിൽ നിന്നും കിട്ടും, അല്ലെങ്കിൽ നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാം. കൂടാതെ നമുക്കൊരു അവയവം ഒടിഞ്ഞു പോയി കഴിഞ്ഞാൽ, അല്ല അവയവം മുറിഞ്ഞു പോയി കഴിഞ്ഞാൽ അതിൽ കോമ്പൻസേഷൻ കിട്ടും, മരണപ്പെട്ടാൽ കിട്ടും. ഇനി വേറൊരു ഏറ്റവും രസകരമായ കാര്യം, നിങ്ങൾക്ക് എല്ലാവർക്കും വണ്ടികളുണ്ടാവും. ഇപ്പോൾ വണ്ടികളില്ലാത്ത വീട് കുറവാണ്. നോർമലി നിങ്ങളൊരു ഇൻഷുറൻസ് എടുക്കുമ്പോൾ, വണ്ടിയുടെ ഇൻഷുറൻസ് എടുക്കുമ്പോൾ PA കവർ എന്ന് പറഞ്ഞ സംഭവം എടുക്കുന്നുണ്ട്. PA കവർ എന്ന് പറയുന്നത് എന്താണ്? പേഴ്സണൽ ആക്സിഡൻറ്റ് കവറായിട്ട് നിങ്ങളൊരു 300, 400, 500 രൂപ നിങ്ങൾ എടുക്കുന്നുണ്ട്. ഇപ്പോൾ 2 വണ്ടിയുള്ള ഒരാളാണെന്ന് വിചാരിക്കുക, 2 വണ്ടി ഒരു വീട്ടിലുള്ള ആൾ. ഇപ്പോൾ ഒരുമാതിരിപ്പെട്ടൊരു കാറും സ്കൂട്ടറും അല്ലെങ്കിൽ ബൈക്കില്ലാത്ത വീടുകളില്ല. അപ്പോൾ നിങ്ങൾ 2 വണ്ടിക്കും കൂടി നിങ്ങളൊരു 1000 രൂപ അടയ്ക്കുന്നുണ്ട്. ഓൺ ആൻ ആവറേജ് കൂട്ടിയോ, ഓൺ ആവറേജ് നമ്മൾ 1000 രൂപ അടയ്ക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ ഞാൻ എൻ്റെ കാറിന് ഒരു പേഴ്സണൽ ആക്സിഡൻറ്റ് കവർ എടുക്കുന്നുണ്ട്, അതായത് ഇൻഷുറൻസ് എടുക്കുന്ന കൂട്ടത്തിൽ ഞാൻ തന്നെ എൻ്റെ വണ്ടി ഓടിച്ച് ഞാൻ തന്നെ പോയിടിച്ച് ഞാൻ തന്നെ മരണപ്പെട്ടാൽ മാത്രമേ എനിക്ക് കിട്ടുകയുള്ളൂ. എൻ്റെ ഡ്രൈവർ ഓടിച്ചുകൊണ്ട് പോയിട്ട് ഞാൻ മരിച്ചാൽ 5 പൈസ കിട്ടത്തില്ല. അപ്പോൾ 2 വണ്ടിയുള്ള ആൾ ഏതായാലും 2 വണ്ടിയും കൊണ്ട് ഒരുമിച്ച് ഇറങ്ങത്തില്ല. 2 വണ്ടി ഒരാൾക്ക് ഓടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഈ 2 വണ്ടിയിൽ പോയിട്ട് ആക്സിഡൻ്റ് ആയാൽ മാത്രമേ ആ പൈസ കിട്ടുള്ളൂ. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ അത് എടുക്കാതിരിക്കുക ഓരോരുത്തർ ഇഷ്ടമാണ്. പക്ഷേ പേഴ്സണൽ ആക്സിഡൻറ്റ് പോളിസി വെളിയിൽ നിന്ന് എടുത്ത ആൾക്ക് പിന്നെ ഈ ഇൻഷുറൻസിന് ആവശ്യമില്ല. വണ്ടിയുടെ ഇൻഷുറൻസ് എടുക്കണ്ട, നിങ്ങൾക്ക് അവിടെ ലാഭിക്കാതെ. വെളിയിൽ നിന്നൊരു പേഴ്സണൽ ആക്സിഡൻറ്റ് പോളിസി എടുത്താൽ വണ്ടി ഇടിച്ച് മാത്രമല്ല, ഏത് ടൈപ്പ് ഓഫ് ഡെത്തിനും കിട്ടും, ഏത് ടൈപ്പ് ഓഫ് ഡിസബിലിറ്റി എല്ലാത്തിനും കിട്ടും. വണ്ടി ഇടിച്ച് മരിച്ചാൽ എത്ര ലക്ഷം രൂപ, 15 ലക്ഷം രൂപ, 15 ലക്ഷം രൂപ കിട്ടുമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഞാൻ തന്നെ പോയി ഇടിക്കണം, ഞാൻ തന്നെ പോയി ഇടിച്ച് ഞാൻ തന്നെ മരിച്ചാൽ മാത്രമേ അത് കിട്ടത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വേണേൽ വണ്ടിയുടെ ഇൻഷുറൻസ് സേവ് ചെയ്തിട്ട്, അപ്പോൾ വണ്ടിക്കാർ ചോദിക്കും, അപ്പോൾ നിങ്ങൾക്ക് ഇത് വേണ്ട ചോദിച്ചപ്പോൾ എനിക്ക് വെളിയിലുള്ളൊരു ഇൻഷുറൻസ് ഉണ്ട്, PA കവർ, അതായത് പേഴ്സണൽ ആക്സിഡൻറ്റ് കവർ എനിക്ക് ഉണ്ടെന്ന് കാണിച്ചാൽ മതി, അവർക്കത് പ്രശ്നമില്ല. അപ്പോൾ നിങ്ങൾക്ക് ആ പൈസ ലാഭിച്ചുകൊണ്ട് ആ പൈസ എടുത്ത് നിങ്ങൾ പേഴ്സണൽ ആക്സിഡൻറ്റ് പോളിസി മേടിച്ചാൽ നിങ്ങൾക്ക് ഇത്രയും ബെനിഫിറ്റ്സ് കിട്ടും. ഞാൻ പറഞ്ഞു, ലോൺ പോലും കമ്പനി അടച്ചു തീർക്കും നമുക്ക് എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ. ഇത് നമുക്ക് ഉപകാരപ്പെട്ടില്ലെങ്കിൽ നമ്മുടെ നോമിനിക്കെങ്കിലും ഉപകാരപ്പെടും. പക്ഷെ നമുക്ക് ഉപകാരപ്പെടുന്ന എവിടെയാണ്? നമുക്കൊരു ഞാൻ പറഞ്ഞ പോലെ പെർമനൻറ്റ് ഡിസബിലിറ്റി വന്നു, പാർഷ്യൽ ഡിസബിലിറ്റി വന്നു, അങ്ങനെ പറയുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ, ഞാനിപ്പോൾ കമ്പനിയുടെ പേരൊന്നും പറയുന്നില്ല, ഏറ്റവും ജീവിച്ചിരിക്കുന്ന ഒരു ആക്സിഡൻറ്റ് പറ്റി ജീവിച്ചിരിക്കുന്ന വ്യക്തിക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയ സെറ്റിൽമെൻറ്റാണ്, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ 5.4 കോടി രൂപ. വേറെ ആർക്കുമില്ല, ജഗദീഷ് ശ്രീകുമാറാണ്. എൻ്റെ എമൗണ്ട് കറക്റ്റായിട്ട് ഓർക്കുന്നില്ല, പക്ഷേ അതൊരു ആക്സിഡൻറ്റ് പോളിസി ആയിരുന്നു. ആ ആക്സിഡൻറ്റ് പോളിസിന് കിട്ടിയ ബെനിഫിറ്റാണത്. അപ്പോൾ നമ്മളുടെ അത്രയും കോടികളുടെ കവറേജ് ഇല്ലെങ്കിലും നമുക്ക് ആവശ്യമുള്ളൊരു കവറേജ് പേഴ്സണൽ ആക്സിഡൻറ്റ് പോളിസിയിൽ എടുത്തിടുന്നത് തന്നെയാണ് നല്ലത്.